കുറച്ചുകൂടി മുമ്പിലേക്ക് ചെന്നപ്പോൾ കുറേയധികം പോലീസുകാരും ഫയർഫോഴ്സും എല്ലാവരും ചേർന്ന് പരിശ്രമിക്കുന്ന ഒരു കാഴ്ച അവർ കാണുന്നു. അവരോട് ഇതിനെപ്പറ്റി തിരക്കിയപ്പോൾ ഇവിടെ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ടായിരുന്നുവെന്നും അത് ലീക്കായിരിക്കുന്നുവെന്നും അവർ പറയുന്നു. ഇപ്പോൾ ഒരു കാരണവശാലും വണ്ടികൾ കടത്തിവിടാനാകില്ല എന്നും നിങ്ങൾ നിർബന്ധമായും തിരിച്ചു പോകണം ട്രൂമാൻ എന്നും പോലീസുകാർ പറയുന്നു. എന്നാൽ താൻ പറയാതെ തന്നെ പോലീസുകാർ തൻ്റെ പേര് വിളിച്ചതോടെ മുമ്പിൽ കാണുന്ന ന്യൂക്ലിയർ ലീക്കേജും വ്യാജമാണെന്ന് ട്രൂമാന് മനസ്സിലായി. ഉടൻ തന്നെ വണ്ടിയിൽ നിന്നിറങ്ങി പുറത്തേക്ക് ഓടുന്നു ട്രൂമാൻ. എന്നാൽ പോലീസുകാർ എല്ലാവരും ചേർന്ന് ട്രൂമാനെ കീഴടക്കി വീട്ടിലേക്ക് വിടുന്നു. ഇനി ഇതുപോലെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുമെന്ന് പോലീസുകാർ വാൺ ചെയ്യുന്നു. എന്നാൽ എല്ലാവരും ചേർന്ന് തന്നെ കബളിപ്പിക്കുകയായിരുന്നുവെന്നും തന്നെ ആരൊക്കെയോ നിരീക്ഷിക്കുന്നുണ്ടെന്നും ട്രൂമാന് മനസ്സിലായി. തന്നെ കബളിപ്പിക്കുന്നതിൽ ഭാര്യയ്ക്കും പങ്കുണ്ടെന്ന് മനസ്സിലാക്കിയ ട്രൂമാൻ അവളെ ഉപദ്രവിക്കാനായി ശ്രമിക്കുന്നു. അപ്പോഴേക്കും ഷോ ക്രിയേറ്റേഴ്സ് ട്രൂമാന്റെ സുഹൃത്തിനെ വീട്ടിലേക്ക് അയക്കുന്നു. അയാൾ വന്ന് ട്രൂമാന്റെ ഭാര്യയെ രക്ഷിക്കുന്നു. പിന്നീട് അങ്ങോട്ടേക്കുള്ള കുറച്ച് ദിവസങ്ങൾ ട്രൂമാൻ എന്നത്തെയും പോലെ സാധാരണ ദിവസങ്ങളാണെന്നുള്ള രീതിയിൽ ഷോ ക്രിയേറ്റേഴ്സിന് മുമ്പിൽ അഭിനയിക്കുന്നു. താനെല്ലാം മറന്നുവെന്ന് ഷോ ക്രിയേറ്റേഴ്സിനെ വിശ്വസിപ്പിക്കാനായാണ് ട്രൂമാൻ ഇങ്ങനെ ചെയ്തത്. എന്നാൽ ഒരു ദിവസം രാത്രിയിൽ അസാധാരണമായ രീതിയിൽ ട്രൂമാൻ കിടന്നുറങ്ങുന്നത് ഷോ ക്രിയേറ്റേഴ്സിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അതായത് കാല് മുതൽ തല വരെ പുതപ്പുകൊണ്ട് പുതച്ചു മൂടിയാണ് കിടക്കുന്നത്. ട്രൂമാന് കുറേ നേരമായി യാതൊരനക്കവുമില്ല. ഇത് കണ്ട് സംശയം തോന്നിയ ഡയറക്ടർ ട്രൂമാൻ കിടക്കുന്ന റൂമിലെ സൗണ്ട് കേൾപ്പിക്കാനായി ടെക്നീഷ്യൻസിനോട് ആവശ്യപ്പെടുന്നു. ട്രൂമാൻ കൂർക്കം വലിക്കുന്ന സൗണ്ട് ഡയറക്ടറിന് കേൾക്കാൻ സാധിക്കുന്നു. എന്നാലും യാതൊരനക്കവും ഇല്ലാത്തതിനാൽ ഡയറക്ടറിന് വീണ്ടും സംശയം തോന്നുന്നു. ട്രൂമാൻ റൂമിൽ തന്നെ ഉണ്ടോയെന്നറിയാനായി ട്രൂമാൻ്റെ സുഹൃത്തിനെ ഡയറക്ടർ അങ്ങോട്ട് അയക്കുന്നു. എന്നാൽ സുഹൃത്തിൽ നിന്ന് നോക്കിയപ്പോൾ കിടക്കയിൽ ഒരു പാവയാണ് ട്രൂമാൻ മൂടിപ്പുതപ്പിച്ച് കിടത്തിയിരിക്കുന്നത്. കൂർക്കമ്പലിയുടെ സൗണ്ടിനായി ഒരു ടേപ്പ് റെക്കോർഡർ ട്രൂമാൻ അവിടെ സെറ്റ് ചെയ്തിരുന്നു. എല്ലാവരെയും കവിളിപ്പിച്ച് ട്രൂമാൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ട്രൂമാൻ മിസ്സായതോടെ അവർ ഉടൻ തന്നെ ലൈവ് കട്ടാക്കുന്നു. ഐലൻഡിലുള്ള എല്ലാവരും ചേർന്ന് ട്രൂമാനെ തപ്പിയിറങ്ങുന്നു. അപ്പോഴേക്കും ട്രൂമാൻ കടൽ മാർഗം രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു. വർഷങ്ങളായി തൻ്റെ ഉള്ളിലെ ഭയം ട്രൂമാൻ തരണം ചെയ്യുന്നു. എന്നാൽ ട്രൂമാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ ഷോ മുഴുവനായി നിർത്തേണ്ടി വരുമെന്ന് ഷോ ക്രിയേറ്റേഴ്സിന് അറിയാമായിരുന്നു. അതിനാൽ തന്നെ ട്രൂമാനെ അവിടെ നിർത്താനായി അവർ മാക്സിമം ശ്രമിക്കുന്നു. ഐലൻഡ് ഒരു സ്റ്റുഡിയോ ആയതിനാൽ തന്നെ തിരമാലകൾ ഉണ്ടാകാനും വലിയ കാറ്റ് വീശിക്കാനും ഷോ ക്രിയേറ്റേഴ്സിന് സാധിക്കുമായിരുന്നു. ഇങ്ങനെ വലിയ തിരമാലകൾ ഉണ്ടാക്കിയും കാറ്റ് വീശിയുമെല്ലാം ട്രൂമാനെ പേടിപ്പിച്ച് ഐലൻഡിൽ തന്നെ നിർത്താൻ അവർ ശ്രമിക്കുന്നു. എന്നാൽ ട്രൂമാൻ ഇതെല്ലാം അതിസാഹസികമായി തരണം ചെയ്യുന്നു. പെട്ടെന്ന് ട്രൂമാൻ സഞ്ചരിച്ച ബോട്ട് എവിടെയോ തട്ടി നിൽക്കുന്നു. എന്നാൽ എവിടെയാണെന്ന് ട്രൂമാന് മനസ്സിലാവുന്നില്ല. സംഭവം എന്താണെന്നാൽ കടലിന്റെ പടം വരച്ചിരുന്ന ഒരു മതിലിലായിരുന്നു ബോട്ട് തട്ടി നിന്നത്. പെട്ടെന്ന് തന്നെ ട്രൂമാൻ ബോട്ടിൽ നിന്ന് ചാടിയിറങ്ങി പുറത്തേക്ക് പോകാനുള്ള വഴി അന്വേഷിക്കുന്നു. മതിലിനോട് ചേർന്ന് തന്നെ ട്രൂമാൻ ഒരു വാതിൽ കണ്ടുപിടിക്കുന്നു. ഈ വാതിലിലൂടെ വേണം ഐലൻഡിൽ നിന്ന് പുറത്തേക്ക് കടക്കേണ്ടതെന്ന് ട്രൂമാന് മനസ്സിലായി. ഉടൻ തന്നെ ആ വാതിൽ തള്ളി തുറക്കുന്നു ട്രൂമാൻ. എന്നാൽ ഇത് കണ്ടതും പ്രേക്ഷകർക്കും സെലീവിയയ്ക്കുമെല്ലാം വളരെയധികം സന്തോഷമായി. സെലീവിയ ഉടൻ തന്നെ ട്രൂമാനെ കാണാനായി വീട്ടിൽ നിന്ന് ഓടിയിറങ്ങുന്നു. അങ്ങനെ 29 വർഷമായി നടന്നു വന്ന ഷോ ഇവിടെ അവസാനിക്കുന്നു.